മഞ്ഞുപോലെ ഹല്ലേലൂയ സ്തോത്രം പൊഴിയുകയാണ്. ഹല്ലേലൂയ മരുഭൂമിയിൽ ഹല്ലേലൂയ സ്തോത്രം ആമേൻ മഞ്ഞുപോലെ ഹല്ലേലൂയ സ്തോത്രം തന്റെ വചനത്തെ അയച്ച് ആമേൻ ഹല്ലേലൂയ സ്തോത്രം മരുഭൂമിയിൽ ഹല്ലേലൂയ ആമേൻ ഹാഗാറിന് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം ജീവന്റെ ആമേൻ ഉറവ ഒരുക്കിയവൻ ഹല്ലേലൂയ സ്തോത്രം മരുഭൂമിയിൽ വാടി തളരാതെ വണ്ണം ആമേൻ ഹല്ലേലൂയ സ്തോത്രം ആമേൻ പട്ടുപോകാതെ ആമേൻ ഹല്ലേലൂയ സ്തോത്രം വചനമാകുന്ന മഞ്ഞയച്ച് ആമേൻ ഹല്ലേലൂയ സ്തോത്രം ക്ഷീണിച്ചിരിക്കുന്ന ജനത്തെ ആമേൻ തന്റെ അവകാശത്തെ ആമേൻ തടുപ്പിക്കുന്നതായിട്ട് ഹല്ലേലൂയ സ്തോത്രം ആമേൻ നമുക്ക് കാണുവാൻ കൊണ്ട് ഇവിടെ എത്തിയപ്പോൾ തന്നെ ആമേൻ ഇളം പുല്ലിന്മേൽ പൊടിമഴ പോലെ സസ്യത്തിന്മേൽ മാറി പോലെ ചെറിയ ഹല്ലേലൂയ ഇളം പുല്ലിന്മേൽ പൊടിമഴയാണ് ചെറിയാറുള്ളത്. ഹല്ലേലൂയ സ്തോത്രം നമുക്കറിയാം. ഹല്ലേലൂയ സ്തോത്രം ഇളം പുല്ലിന്മേൽ ഹല്ലേലൂയ സ്തോത്രം വൻമഴ ഹല്ലേലൂയ സ്തോത്രം ആമേൻ ഹല്ലേലൂയ പെയ്തു കഴിഞ്ഞാൽ ആമേൻ ചിലപ്പോൾ അത് നിലം പരിചാകുവാൻ തക്കമാണ് ഇവിടെ എത്തിയത്, ചിലപ്പോൾ നശിക്കുവാൻ തക്കമാണ് ഇവിടെ എത്തിയിരുന്നാൽ ആമേൻ ഹല്ലേലൂയ സ്തോത്രം ആമേൻ സർവ്വജ്ഞാനിയായ ദൈവം ആമേൻ ഇവിടെ ഹല്ലേലൂയ സ്തോത്രം ഇളം പുല്ലിന്മേൽ ആമേൻ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ആമേൻ പൊടിമഴ പോലെ ഹല്ലേലൂയ സ്തോത്രം തന്റെ വചനത്തെ അയക്കുന്നതായിട്ട് നമുക്ക് കാണാൻ തക്കമാണ് ഇവിടെ എത്തിയത്. ആമേൻ സസ്യത്തിന്മേൽ മാറി പോലെ ഹല്ലേലൂയ സ്തോത്രം ആമേൻ ദൈവത്തിന്റെ ആമേൻ ഹല്ലേലൂയ സ്തോത്രം ആമേൻ വചനം അയച്ച് ഹല്ലേലൂയ തന്റെ ജനത്തെ ഹല്ലേലൂയ സ്തോത്രം മരുഭൂമിയിൽ കൂടി ഹല്ലേലൂയ സ്തോത്രം നടത്തുന്നു. ഹല്ലേലൂയ സ്തോത്രം ആമേൻ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ആമേൻ 72-ാം സങ്കീർത്തനം അതിന്റെ 6-ാമത്തെ ഹല്ലേലൂയ സ്തോത്രം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന മഴ പോലെയും ഭൂമിയെ നനയ്ക്കുന്ന വൻമഴ പോലെയും അവൻ ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ സ്തോത്രം അരിഞ്ഞ ഹല്ലേലൂയ പുൽപ്പുറത്ത് പെയ്യുന്ന മഴ പോലെ ഹല്ലേലൂയ സ്തോത്രം ആമേൻ ഹല്ലേലൂയ നമ്മൾ ഹല്ലേലൂയ സ്തോത്രം ഇവിടെ നോക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ ഇതുവരെ ഹല്ലേലൂയ സ്തോത്രം ആമേൻ ഹല്ലേലൂയ കർത്താവായ ദൈവം ഹല്ലേലൂയ തന്റെ ജനത്തെ ആമേൻ മരുഭൂമിയിൽ ഹല്ലേലൂയ സ്തോത്രം ആമേൻ ഇളം പുല്ലിന്മേൽ പെയ്യുന്ന ഹല്ലേലൂയ സ്തോത്രം പൊടിമഴ പോലെയോ ആമേൻ ഹല്ലേലൂയ സ്തോത്രം മഞ്ഞ് പോലെയോ ആമേൻ ഹല്ലേലൂയ സ്തോത്രം മഴ പോലെ എല്ലാം ഹല്ലേലൂയ സ്തോത്രം തന്റെ ജനത്തെ പരിപാലിച്ചു വന്നു. ആമേൻ ഹല്ലേലൂയ സ്തോത്രം ഇവിടെ നോക്കുമ്പോൾ ആമേൻ അരിഞ്ഞ പുൽപ്പുറത്തെ നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇവിടെ ചെയ്ത് എന്തുകൊണ്ടാണ് ഹല്ലേലൂയ സ്തോത്രം ആമേൻ ഈ പുൽപ്പുറം അറിയപ്പെട്ട് കളയുന്നത്? ഹല്ലേലൂയ സ്തോത്രം ദൈവം ഹല്ലേലൂയ നട്ടു നനച്ച ആമേൻ ഹല്ലേലൂയ സ്തോത്രം ആമേൻ ഈ പുൽപ്പുറങ്ങള് എങ്ങനെയാണ് അറിഞ്ഞു പോയത്? ഹല്ലേലൂയ ആമേൻ പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ ആമേൻ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തെ അന്വേഷിച്ച് ആമേൻ ദൈവമുഖം മാത്രം നോക്കി ഇറങ്ങി പിതാക്കന്മാർ ആമേൻ ഹല്ലേലൂയ സ്തോത്രം ആമേൻ അവർ ഒരു തലമുറയ്ക്ക് നേതൃത്വം കൊടുത്തപ്പോൾ ഹല്ലേലൂയ സ്തോത്രം ആമേൻ ഭിന്നതയെതിരെ ആമേൻ അവരെ അറിയാത്ത മറ്റൊരു തലമുറ ഹല്ലേലൂയ സ്തോത്രം ഉളവായി വന്നപ്പോൾ ആമേൻ ഹല്ലേലൂയ സ്തോത്രം തങ്ങളെ നടത്തിക്കൊണ്ടുവന്ന ദൈവത്തെ അറിയാതെ ആമേൻ ഹല്ലേലൂയ സ്തോത്രം അതുവരെ തങ്ങൾ കണ്ടിട്ടില്ലാത്ത ഹല്ലേലൂയ മറ്റു ദൈവങ്ങളിലേക്ക് ഹല്ലേലൂയ സ്തോത്രം അന്യ ദൈവങ്ങളിലേക്ക് തിരിഞ്ഞപ്പോൾ ആമേൻ സ്വർഗ്ഗസ്ഥനായ ദൈവം ഹല്ലേലൂയ പലപ്പോഴും ആമേൻ അവരെ അറിയുവാൻ തക്കവണ്ണം ആമേൻ ജാതികളെ ഏൽപ്പിക്കുവാൻ തക്കവണ്ണം ഇവിടെ തീർന്നു. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം അവർ തങ്ങളുടെ ദൈവത്തിലേക്ക് ആമേൻ മടങ്ങി വന്നപ്പോൾ ആമേൻ മടങ്ങി വന്നിട്ട് പ്രകാരം ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആമേൻ അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന മഴ പോലെ ആമേൻ ഹല്ലേലൂയ സ്തോത്രം ഭൂമിയെ നനയ്ക്കുന്ന വൻമഴ പോലെ ആമേൻ ഇറങ്ങി വരണമേ. ഹല്ലേലൂയ ആമേൻ അരിഞ്ഞു പോയ ഹല്ലേലൂയ സ്തോത്രം പുൽപ്പുറമാണ് അടികൾ ഹല്ലേലൂയ സ്തോത്രം ഞങ്ങളുടെ മേലെ ഹല്ലേലൂയ സ്തോത്രം ആമേൻ അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന മഴ പോലെ ആമേൻ ഹല്ലേലൂയ സ്തോത്രം ഇറങ്ങി വരണമേ. ഹല്ലേലൂയ സ്തോത്രം ഞങ്ങളുടെ ജനം ഹല്ലേലൂയ സ്തോത്രം വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തക്കോട് ഇവിടെ തീർന്നു. ആമേൻ ഹല്ലേലൂയ സ്തോത്രം എങ്ങനെയെങ്കിലും ആമേൻ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സ്തോത്രം തങ്ങളുടെ ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ ഹല്ലേലൂയ സ്തോത്രം ഓരോ ദൈവ പൈതലിനെ കുറിച്ച് ഹല്ലേലൂയ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ പലപ്പോഴും ആമേൻ മനുഷ്യരുടെ അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ആമേൻ നാം ഓരോരുത്തരും ഹല്ലേലൂയ സ്തോത്രം ആമേൻ ഹല്ലേലൂയ നാം കൊണ്ട് പിറുപിറുക്കാറുണ്ട്. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ സ്തോത്രം പലപ്പോഴും ഹല്ലേലൂയ സ്തോത്രം ആമേൻ വേദനപ്പെട്ട് നിലവിളിക്കാറുണ്ട്. എന്നാലും ആമേൻ ഹല്ലേലൂയ സ്തോത്രം ആമേൻ മരുഭൂമിയിൽ ആമേൻ ഹല്ലേലൂയ തന്റെ ഉപദേശത്തെ ഹല്ലേലൂയ അയച്ചു നടത്തുന്നവർ ഹല്ലേലൂയ സ്തോത്രം ആമേൻ വചനം അയച്ചു നടത്തുന്ന ദൈവം ആമേൻ നമ്മുടെ ആമേൻ ഹല്ലേലൂയ സ്തോത്രം നമ്മോട് കൂടെ ഉണ്ടെന്ന് ഹല്ലേലൂയ സ്തോത്രം നാം ഓർക്കുക. ഹല്ലേലൂയ സ്തോത്രം ആമേൻ യെശയ്യാ പ്രവാചകൻ ഇങ്ങനെ വിളിച്ചു പറയുന്നു: ആമേൻ നിന്റെ മക്കൾ എല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും നിങ്ങളുടെ മക്കളുടെ സമാധാനം വലിയതുമായിരിക്കും. ഹല്ലേലൂയ സ്തോത്രം എങ്ങനെയെങ്കിലും ആമേൻ ഹല്ലേലൂയ സ്തോത്രം ആമേൻ നിന്റെ ഹല്ലേലൂയ മക്കൾ ഹല്ലേലൂയ സ്തോത്രം എല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരായിരിക്കും. ഹല്ലേലൂയ ആമേൻ പ്രകാരം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ വചനം കേൾക്കുന്നവർ ആമേൻ ഹല്ലേലൂയ സ്തോത്രം നിങ്ങളെ തന്നെ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ ആമേൻ ഹല്ലേലൂയ സ്തോത്രം ആമേൻ നമ്മുടെ മക്കൾ ഹല്ലേലൂയ സ്തോത്രം ആമേൻ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരായി തീരും. ആമേൻ നാം ഹല്ലേലൂയ സ്തോത്രം ദൈവത്താൽ ഹല്ലേലൂയ സ്തോത്രം യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരായി തീരും. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം യഹോവയാൽ ഉപദേശിക്കപ്പെട്ട ആമേൻ മരുഭൂമിയിൽ ഹല്ലേലൂയ സ്തോത്രം ആമേൻ ഹല്ലേലൂയ സ്തോത്രം ദൈവത്താലുള്ള ഹല്ലേലൂയ സ്തോത്രം മഴയും മഞ്ഞും അനുഭവിച്ചിരിക്കുന്ന ആമേൻ അനുഭവിച്ച് ജീവിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രകാരം ഹല്ലേലൂയ സ്തോത്രമേ ഹല്ലേലൂയ ആമേൻ കാണുവാൻ നമ്മുടെ ഇടയായി തീരും. ആമേൻ മരുഭൂമിയിൽ മുന്തിരിപ്പഴം പോലെ ആമേൻ ഹല്ലേലൂയ
ഹല്ലേലൂയ സ്തോത്രം ആമേൻ കണ്ടെത്തുവാൻ ഹല്ലേലൂയ സ്തോത്രം കണ്ടെത്തപ്പെടുവാൻ ആമേൻ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ നാളുകളുടെ ആയിരിക്കും ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ആമേൻ ഹല്ലേലൂയ സ്തോത്രം നമുക്കുള്ള ആത്മമണവാളൻ ഹല്ലേലൂയ സ്തോത്രം ആമേൻ നമുക്കുള്ള ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ ക്രിസ്തുവായ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആമേൻ ദൈവപുത്രൻ ഹല്ലേലൂയ സ്തോത്രം ആമേൻ ദൈവ ഹല്ലേലൂയ ക്രോധത്തിന്റെ ചക്കിൽ ആമേൻ ഹല്ലേലൂയ സ്തോത്രം ഉടനെ ഹല്ലേലൂയ ആമേൻ നമുക്ക് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ പാപ പരിഹാരത്തിനായി ആമേൻ ഹല്ലേലൂയ സ്തോത്രം ഓരോ തുള്ളി ചോരയും ഊറ്റി തന്നവനാണ് ആമേൻ നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം മണവാളനായ ക്രിസ്തുവിനെങ്കിൽ ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവിന്റെ മണവാട്ടി ആമേൻ ഹല്ലേലൂയ സ്തോത്രം മരുഭൂമിയിൽ ആമേൻ മുന്തിരിപ്പഴം പോലെ കാണപ്പെട്ടു ഹല്ലേലൂയ അനേകർക്ക് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം അനേകരെ രുചിപ്പിക്കുന്ന ആമേൻ ഹല്ലേലൂയ സ്തോത്രം മുന്തിരിപ്പഴം ഹല്ലേലൂയ സ്തോത്രം അതിൽ നിന്ന് ആമേൻ ഉളവാകുമെന്ന് ആമേൻ ഹല്ലേലൂയ ജീവിക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം ആമേൻ ഹല്ലേലൂയ നമ്മെ ഓരോരുത്തരെ കുറിച്ച് ഹല്ലേലൂയ ആഗ്രഹിക്കുമ്പോൾ ആ പ്രകാരം തന്നെ നാളെ നമ്മെ ഹല്ലേലൂയ സ്തോത്രം ഏൽപ്പിച്ചു കൊടുത്ത് ആമേൻ ദൈവപാദപീഠത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന വാക്കിലൂടെ ആമേൻ ഞാനിവിടെ ഉപസംഹരിക്കുന്ന ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.